മദ്യനയത്തിൽ മുട്ടാപ്പോക്ക് വിശദീകരണവുമായി ടൂറിസം ഡയറക്ടർ. ടൂറിസം വകുപ്പ് യോഗം മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നില്ല. ചർച്ച പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് തന്നെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. മന്ത്രിമാരുടെ വാദങ്ങളും നേരത്തെ പൊളിഞ്ഞിരുന്നു. മദ്യനയത്തെപ്പറ്റി ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടില്ല എന്നുമാണ് വിശദീകരണം. എന്നാൽ ചർച്ച പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് തന്നെയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ ചേർന്നുണ്ട്. വിനോദ, മദ്യനയവുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു വിവാദം ഉടലെടുക്കുന്നതിനിടെയാണ് വിശദീകരണവുമായി ഡയറക്ടർ രംഗത്തെത്തുന്നത്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും വിഷ്ണു, തികച്ചും തെറ്റായ ഒരു വിശദീകരണവുമായിട്ടാണ് ടൂറിസം ഡയറക്ടർ PB നൂഹ് അദ്ദേഹം ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കല്ല ഇത്തരത്തിൽ ഹോട്ടൽ വ്യവസായികളുടെ ടൂറിസം മേഖലയിലുള്ള 7ഓളം സംഘടനകളുടെ യോഗം വിളിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദഗതി തന്നെ തെറ്റാണ്. കാരണം ഓൺലൈനിൽ കൂടിയ യോഗത്തിൽ അതിൻ്റെ ലിങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഇന്ന് വിശദീകരണം നൽകുമ്പോൾ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ടൂറിസം ഡയറക്ടർ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിരുന്നില്ല യോഗം ചേർന്നിരുന്നത്. മന്ത്രി പറഞ്ഞിട്ടല്ല ഇത്തരത്തിലൊരു യോഗം ചേർന്നത്. അതേപോലെ തന്നെ ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും സർക്കാരിൻ്റെ മുമ്പിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇത് മന്ത്രി പറയാതെ വിളിച്ചു ചേർത്ത യോഗമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ കൃത്യമായി നമ്മൾക്കറിയാം, ആ യോഗം ചേർന്നത് മദ്യനയം രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ബാർ ഹോട്ടലുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി തന്നെ ചേർന്ന ഒരു യോഗമാണ്. ആ യോഗത്തിന് ശേഷമാണ് കൃത്യമായി ഹോട്ടൽ വ്യവസായികളുടെ അല്ലെങ്കിൽ ബാർ ഉടമകളുടെ സംഘടന പണപ്പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. 2.5 ലക്ഷം രൂപ വീതം 900ഓളം ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ആ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി പൊളിയുന്നത്. അങ്ങനെ അത് വിവാദമായ പശ്ചാത്തലത്തിലാണ് സംഘടന പറയുന്നു, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, ആ പണം പിരിച്ചത് കെട്ടിടം പണിയാനാണ്, സംഘടനയ്ക്ക് കെട്ടിടം പണിയാനായി പിരിച്ച പണമാണ് എന്ന് പറഞ്ഞ് സംഘടന തലയൂരുകയാണ്. ഇന്നലെ പണപ്പിരിവ് നടത്താൻ വേണ്ടി ശബ്ദ സന്ദേശം അയച്ച അനിമോനും ഇന്നലെ അദ്ദേഹവും ഒരു വിശദീകരണവുമായി വന്നു. എൻ്റെ ശബ്ദ സന്ദേശം തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. ഈ സന്ദേശം പുറത്തു വന്ന ഉടൻ തന്നെ എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞത് മദ്യനയം മാറ്റാൻ സർക്കാർ ആലോചിക്കുന്നതേ ഇല്ല, അത്തരം ശബ്ദ സന്ദേശങ്ങളെല്ലാം സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് ഇത് DGPയോട് ആവശ്യപ്പെടുന്നു, ഇക്കാര്യം അന്വേഷിക്കാൻ DGPയോട് എക്സൈസ് മന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്നു. DGP ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച്, വളരെ രസകരമായ കാര്യം, ക്രൈംബ്രാഞ്ച് ഇതിനെ സംബന്ധിച്ച കേസെടുക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ള പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വാർത്ത എങ്ങനെ ചോർന്നു എന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ് സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നടത്തിക്കുന്നത്. അതിനിടെയാണ് വളരെ പെട്ടെന്ന് ടൂറിസം ഡയറക്ടർ, ഈ യോഗം വിളിച്ചു കൂട്ടിയ ടൂറിസം ഡയറക്ടർ PB നൂഹ് ഇന്നൊരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു യോഗം ചേർന്നതിൻ്റെ പ്രധാന അജണ്ട മദ്യനയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായിരുന്നില്ല, അതും ഒരു വിഷയമായി എന്നതേ ഉള്ളൂ. അങ്ങനെ വന്ന ഒരു വിഷയം അത് പ്രധാന ഒരു വിഷയമാക്കി അത് ചിത്രീകരിക്കുകയാണ് ചെയ്തത്, തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ മദ്യനയത്തെ സംബന്ധിച്ച ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ള പച്ചക്കള്ളമാണ് ഇന്ന് ടൂറിസം ഡയറക്ടർ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. വിനോദ, ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. മദ്യനയം CPMന്റെ അജണ്ടയിലില്ല, ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. ഒരുപക്ഷെ ഇത്തരത്തിൽ മദ്യനയം വിവാദമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെയും പൊളിയുന്ന തരത്തിലേക്കല്ലേ ഇപ്പോൾ ഈ ഒരു തെളിവുകളൊക്കെ തന്നെയും പുറത്തു വരുന്നത്? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം വിജയിക്കുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 2.5 ലക്ഷം രൂപ വീതം 900ഓളം ബാറുകളിൽ നിന്നും പിരിച്ചു കിട്ടുന്ന ആ തുക ബന്ധപ്പെട്ട അധികാരികൾക്ക് വീതം വെച്ചാൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മദ്യനയത്തിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്ന വലിയൊരു ലോബി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ ഭരണകർത്താക്കളിൽ എത്തിച്ചുകൊണ്ട് മദ്യനയം പൊളിച്ചെഴുതുക, അതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം ബാർ ഉടമകൾ മുമ്പിൽ
മുമ്പിലേക്ക് വെച്ചത് ഡ്രൈ ഡേ. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാലകളും മദ്യ വിൽപ്പന കേന്ദ്രങ്ങളുമെല്ലാം അടച്ചിടുന്ന ഡ്രൈ ഡേ സമ്പ്രദായം തന്നെ എടുത്തു കളയുക. മറ്റൊന്ന്, മദ്യശാലകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ രാത്രി 11 മണി വരെയാണ്, അത് 12 മണി വരെ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ നാട്ടിലെ ബാർ ഉടമകളുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ എല്ലാ മദ്യശാലകളിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം പിരിച്ച് 900ഓളം ബാറുകളിൽ നിന്നും പിരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകി ഇവിടുത്തെ മദ്യനയത്തെ തീരുമാനിക്കുന്ന വലിയൊരു ലോബിയുടെ നീക്കമാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി പൊളിയുന്നത്. അങ്ങനെ സർക്കാർ ഇനിയും അങ്ങനെ പൊളിഞ്ഞുപോയ ആ അല്ലെങ്കിൽ പൊളിഞ്ഞുപോയ ആ സംഭവത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. MP രാജേഷ് പറഞ്ഞു അങ്ങനെ മദ്യനയം മാറ്റുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു മദ്യനയം മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം, ഡ്രൈ ഡേ തുടരും. മദ്യശാലകളുടെ പ്രവർത്തന സമയം തൽക്കാലം അങ്ങനെ തന്നെ തുടരും. ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷമേ ഈ പുതിയ വീഞ്ഞ് പഴയ കുപ്പിയിലാക്കി വീണ്ടും വരികയുള്ളൂ. വിഷ്ണു. യെസ്, വ്യക്തമാണ്. വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.